Hello dears, welcome to Nidhi's Cook and Joy. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ റെസിപ്പി കലത്തപ്പമാണ്. കണ്ണൂർ കലത്തപ്പം കുക്കറിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് കുക്കറപ്പം എന്ന് വിളിക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ബോക്സിലൂടെ അറിയിക്കണം. ഇത് എത്രത്തോളം ആര് വന്നിട്ടുണ്ട്, എത്രത്തോളം നല്ല സോഫ്റ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് മുറിച്ച് കാണിച്ചു തരാം. അത്രയും എന്താ പറയാ, സോഫ്റ്റ് ആയിട്ട് നന്നായിട്ട് ആര് വീണിട്ടുണ്ടാവും. കണ്ടോ, സിമ്പിൾ ആണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഒരു 10 മിനിറ്റ് നേരത്തെ കാര്യമുള്ളൂ ഉണ്ടാക്കുന്ന ഒരു പ്രൊസീജിയർ. പിന്നെ നമുക്കിതൊന്ന് തണുക്കാൻ കുറച്ച് സമയം വെക്കണം. അരി കുതിർക്കാനുള്ളൊരു 2 മണിക്കൂർ അത്രയും ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള കലത്തപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നോക്കിയാൽ നിങ്ങൾ ഇത്ര സ്പോഞ്ച് പോലത്തെ നല്ല അടിപൊളി ടേസ്റ്റുള്ള കലത്തപ്പമാണ്. അരക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകം ചേർക്കാം, ഒരു നുള്ളു ജീരകം. ഞാൻ പക്ഷെ ജീരകം ചേർക്കാണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എനിക്കതാണ് ഇഷ്ടം, ജീരകം ചേർക്കാണ്ട്. നിങ്ങൾക്ക് ജീരകത്തിന്റെ ഫ്ലേവർ ഇഷ്ടമാണെന്നില്ല വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണോ അല്ലെങ്കിൽ അതിന്റെ താഴെ ഓരോ നുള്ളോ ജീരകം ചേർത്താൽ മതി. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. വെൽക്കം ടു ദ വീഡിയോ. കലത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പച്ചരിയാണ് കുതിർക്കുന്നത്. സാധാ പച്ചരി നമ്മൾ ദോശയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന നോർമൽ പച്ചരിയാണ്. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ ജീരകശാല അരിയോ എടുക്കാം. ഇതിനെ നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒരു 2 മണിക്കൂർ കുതിർത്ത് വെക്കണം. അറ്റ്ലീസ്റ്റ് 2 മണിക്കൂർ കുതിർത്ത് വെക്കണം. ഇനി ഓവർനൈറ്റ് കുതിർത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിതൊന്ന് കഴുകിയിട്ട് 2 മണിക്കൂർ കുതിർത്ത് വെക്കുവാണേ. കലത്തപ്പം ഉണ്ടാക്കാൻ അരി അരക്കുന്നതിന് മുന്നേ നമുക്ക് ആദ്യം തന്നെ ശർക്കര ഉരുക്കാൻ വെക്കാം. ഇതിപ്പോൾ ഒരു വലിയ അച്ച ശർക്കരയും അതിന്റെ പകുതി എടുത്തിട്ടുള്ളത് 1.5 അച്ച ശർക്കര ഏകദേശം 200 ഗ്രാമിനടുത്തുണ്ട്. 175-നും 200 ഗ്രാമിന്റെ ഇടയിലുണ്ട്. നിങ്ങൾ ചെറിയ ശർക്കര എടുക്കുന്നുണ്ട് 2 or 2.5 എടുക്കേണ്ടി വരും. ഇതിപ്പോൾ വലുതായതുകൊണ്ട് ഞാൻ 1.5 എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഉരുക്കിയെടുക്കാം. ഒന്ന് ഉരുക്കി വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അരി കുതിർത്തിട്ട് 2 മണിക്കൂർ ആയിട്ടുണ്ട്. ഞാൻ അതിന്റെ വെള്ളമൊക്കെ കളഞ്ഞ് അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നിറച്ച് ചോറാണ് ഇത് ചേർത്ത് കൊടുക്കാം. 2 ഏലക്കായ എടുത്തിട്ടുണ്ട്. ചെറുതായതുകൊണ്ടാണ് 2 എടുത്തത്. നിങ്ങൾക്ക് വലുതാണെങ്കിൽ 1 എടുത്താൽ മതിയാവും. ഏലക്കായുടെ ഉള്ളിലെ കുരു, അതിന്റെ തരി നല്ലതാണോ നോക്കണം. ഒരു 1/4 ടീസ്പൂണിന്റെ പകുതി ഉപ്പ്, 1/2 കപ്പ് വെള്ളം, ഇത്രയും ചേർത്തിട്ട് നമുക്ക് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. അരച്ചു നോക്കുമ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിതൊന്ന് അരച്ച് നോക്കിയിട്ട് കാണിച്ചു തരാം. ഇപ്പൊ ഇത് അരി നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ, തരികൾ ഒട്ടുമില്ല. വളരെ നൈസായിട്ടുള്ള തരികൾ ഉണ്ടായാൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ മിക്സിയിൽ എത്രത്തോളം അരയ്ക്കാൻ പറ്റുമോ അത്രത്തോളം അരയ്ക്കുക. നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ബൗളിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് അടിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഇതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. ശർക്കര നന്നായി ഉരുകി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് അരിച്ച് ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി ചൂടോടുകൂടെ തന്നെ ഒഴിക്കണം. ഒഴിച്ചപ്പം തന്നെ നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയും വേണം, അല്ലെങ്കിൽ ഇത് കട്ട കെട്ടിപ്പോവും. ഒഴിച്ചപ്പം തന്നെ നമ്മളിത് ഇളക്കി കൊടുക്കണം. നമ്മൾ ഈ കപ്പി കാച്ചുന്നതിന് പകരമായിട്ടാണ് നമ്മൾ ഈ ചൂടോടുകൂടിയുള്ള ശർക്കരപ്പാനി മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. നന്നായി ഇളക്കി യോജിപ്പിച്ചാൽ മാത്രമേ നന്നായിട്ട് ആര് വരുള്ളൂ. അതായത് ലൈൻസ് പോലെ വരുന്നുണ്ടല്ലോ, അത് വരുള്ളൂ, അല്ലെങ്കിൽ അത് വരില്ല. അപ്പം അതുകൊണ്ടാണ് ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിനൊരു ഇത്തിരി കട്ടി കൂടുതലാണ്. അപ്പൊ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/4 കപ്പ് കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശർക്കര ഉരുക്കി അതേ പാത്രത്തിൽ തന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് ചൂടാക്കി എടുത്തതാണ്. അത് ഇതിൻ്റെ അകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മാവിന് കട്ടി അധികമായാൽ നമുക്ക് നന്നായിട്ട് ആര് വരില്ല. അപ്പം അതുകൊണ്ടാണ് ഇത്തിരിയും കൂടെ വെള്ളം ഒഴിച്ചത്. ഇപ്പം മൊത്തത്തിൽ 1.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അരി അരക്കുമ്പോൾ ആദ്യം ഒരു 1/2 കപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് മിക്സിയിലുള്ള മാവൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 1/2 കപ്പ് നമ്മുടെ ശർക്കര ഉരുക്കുമ്പോൾ ഇപ്പോൾ ഒരു 1/4 കപ്പ്, അങ്ങനെ മൊത്തത്തിൽ 1.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ചൂടാറുന്നതിന് മുന്നേ നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയറും കൂടെ ചെയ്യണം. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് തേങ്ങാക്കൊത്തും ചെറിയുള്ളിയും വഴറ്റിയെടുക്കാം.
കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതൊരു 3 ചെറിയുള്ളിയാണ്. നിങ്ങൾക്ക് ഇതിന് പകരം ഒരു അര കഷ്ണം സവാള എടുത്താലും മതി. ഒന്ന് നന്നായി ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുത്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മുടെ ചെറിയുള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് പാത്രത്തിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ഇതേ എണ്ണയിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്താണ്. ഇത് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്തും നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിതും ഇതിനകത്ത് മാറ്റാം. ഇതിനകത്തേക്ക് നമുക്ക് 1 നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. അത്ര മതി, അധികം ചേർക്കരുത്. പിന്നെ നമ്മൾ വറുത്ത് വെച്ച ചെറിയുള്ളി അല്ലെങ്കിൽ സവോള, അതേപോലെ തന്നെ വറുത്ത് വെച്ച തേങ്ങ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കുക്കറിന്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിട്ടില്ല. കുക്കർ അതേ ചൂട് തന്നെയാണ് ഉള്ളത്. ഇപ്പോഴും ഈ മാവിന് ചൂടുണ്ട് കേട്ടോ. മാവ് തണുത്തു പോയിട്ടില്ല. വെള്ളം ചൂട് മാവിന് ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ നമ്മള് കുക്കറിന്റെ തീ നല്ല കൂട്ടി വെച്ചിട്ടുള്ളത്. ഇത്ര സമയം കുറവായിരുന്നു തീ. അപ്പൊ നല്ല ചൂടിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിനെ അനക്കാൻ പാടില്ല. ഇപ്പൊ ഹൈ ഫ്ലെയിമിലാണ് ഉള്ളത്. ഇനി നമുക്കിത് അടച്ചു വെക്കാം. കുക്കറിന്റെ വെയിറ്റ് ഊരിയിട്ട് കുക്കറിന്റെ മൂടി മാത്രമാണ് നമ്മൾ ഇടുന്നത്. ഇനി ഹൈ ഫ്ലെയിമിൽ ഈ ഒരു നോസിലൂടെ എയർ ബബിൾസ് വരാൻ തുടങ്ങും, അല്ലെങ്കിൽ വാട്ടർ വേപ്പേഴ്സ് വരാൻ തുടങ്ങും. അപ്പോഴാണ് നമ്മൾ ഇതിന്റെ തീ ലോ ഫ്ലെയിമിലാക്കേണ്ടത്. ഏകദേശം 30 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെ എടുക്കും ഇതിലോട്ട് വേപ്പേഴ്സ് പുറത്ത് വരാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് 10 മിനിറ്റ്. ചില അരിയുടെ ഒക്കെ ഇതിൽ 1-2 മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വരും. അപ്പോൾ നമ്മളൊരു 8 മിനിറ്റ് ആയതിനു ശേഷം ഒന്ന് തുറന്ന് നോക്കിയാൽ മതി. എനിക്കിപ്പോൾ ഈ ഒരു കുക്കറിന് 3 ലിറ്ററിന്റെ കുക്കറിനാണ് ഞാൻ 1 കപ്പ് അരി എടുത്തത്. അത് ഇതിന് കണക്കാണ്. ഇപ്പൊ ഈ നോസലിന്റെ ഉള്ളിലൂടെ വേപ്പേഴ്സ് വരാൻ തുടങ്ങി. അപ്പൊ ഞാൻ തീ ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നിങ്ങൾ മൊബൈലോ അല്ലെങ്കിൽ നിങ്ങൾ ടൈമർ വെച്ചോ. കറക്റ്റ് 8 മിനിറ്റ് മുതൽ 10 മിനിറ്റ് അല്ലെങ്കിൽ 12 മിനിറ്റ് അങ്ങനെ ഒരു വേരിയേഷൻ വരും. കാരണം ഓരോ അരിയുടെ വേവിന് ചെറിയ വ്യത്യാസം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് 8 മിനിറ്റ് മുതൽ 12 മിനിറ്റ് വരെ. അത് 10 മിനിറ്റ് ആണ് കണക്ക്. ചിലപ്പോൾ 2 മിനിറ്റ് മുന്നോട്ടോ അല്ലെങ്കിൽ പുറകിലോട്ടോ നീങ്ങും. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. കറക്റ്റ് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിത് തുറക്കുവാണ്. നമുക്കൊരു ഈർക്കിളിയോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ച് കുത്തി നോക്കാം വെന്തിട്ടുണ്ടോന്ന്. ഇതിന്റെ ഉൾഭാഗം കണ്ടോ കുറച്ചുകൂടെ വേവാൻ ബാക്കിയുണ്ട് കണ്ടോ. അപ്പൊ നമുക്കൊരു 2 മിനിറ്റ് കൂടെ വെക്കാം. വീണ്ടും ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്യണേ. അപ്പൊ ഇതാ ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ ഒന്ന് കുത്തി നോക്കാം കണ്ടോ. ഇപ്പൊ മാവൊന്നുമില്ല. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് അടച്ചു തന്നെ വെക്കാം. കാരണം ആ ഒരു ചൂടിലിട്ട് ഒന്നുകൂടെ ഒന്ന് സെറ്റ് ആവും. ഇനി നമുക്കിത് നന്നായി തണുത്തതിന് ശേഷം മാത്രമേ ഇതിൻ്റെ അകത്ത് മാറ്റാൻ പറ്റുള്ളൂ, ഡിമോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായി തണുത്തിട്ടില്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോകും. നമുക്ക് ആ ഒരു ടെക്സ്ചർ കറക്റ്റായിട്ട് വരികയില്ല. ഇതെന്തായാലും നന്നായിട്ട് കണ്ടോ ആരൊക്കെ വീണിട്ടുണ്ട്, നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം നന്നായി ആര് വീണിട്ടുണ്ടെന്ന് തന്നെയാണ്. അപ്പോൾ കലത്തപ്പം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്, നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ നല്ല സ്പോഞ്ച് പോലെയുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് സൈഡിൽ ഒന്നൊരു സ്പൂണിൻ്റെ ബാക്ക് വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിനൊന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ സംഭവം പുറത്തേക്ക് വരും കണ്ടോ. ഇവിടെ നിറച്ചും ഹോൾസ് കണ്ടോ. ഇത് ശരിക്കും നന്നായി ആര് വീണതിൻ്റെ ഒരു ഇതാണ്. അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ കലത്തപ്പം കണ്ടോ. സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കലത്തപ്പം. 3 ലിറ്ററിന്റെ കുക്കറിലേക്ക് ഞാൻ 1 കപ്പ് അരി വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് ഏതെന്ന് വെച്ചാൽ ഞാൻ കലത്തപ്പത്തിന്റെ പേര് പറയും. അത്രയും സിമ്പിളാണ്, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒന്ന് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഒന്ന് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിലൂടെ ഇനി ഒന്ന് അറിയിക്കാൻ വേണം. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.
ബൈ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കോ, ഹെൽത്തി ആയിട്ടിരിക്കോ.